വെൽക്കം ടു PSC ഡ്രീമേഴ്സ്. എല്ലാവർക്കും PSC ഡ്രീമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പ്രൊവിഷണൽ ആൻസർ കീ ആണ് നോക്കുന്നത്. PSC പബ്ലിഷ് ചെയ്ത പ്രൊവിഷണൽ ആൻസർ കീ ആണ്. 25 ജനുവരി 2025 നടന്ന പ്രിലിമിനറി എക്സാമിൻ്റെ 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ ആണ്. ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 11/2025. അതിൽ ചോദ്യപുസ്തക അക്ഷരക്കോഡ് എയുടെ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഡോക്ടർ DS കോത്താരി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ എ ആണ് ഡിസംബർ 10. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രാൻസിസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണിത്? ഓപ്ഷൻ ബി മെറ്റർനിക്. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ, കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ? ഓപ്ഷൻ ബി ആണ് ഉത്തരം. കുറുളി ചേകോൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ സി കൊല്ലം. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രീനിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര? ഓപ്ഷൻ സി ആണ് ഉത്തരം. 7:30 PM. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവയെല്ലാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിയത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 61. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. നെയ്യാറ്റിൻകര. പത്താമത്തെ ക്വസ്റ്റ്യൻ, മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം? ഓപ്ഷൻ ഡി ലാറ്ററൈറ്റ് മണ്ണ്. അടുത്ത ക്വസ്റ്റ്യൻ, 11ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഓപ്ഷൻ ഡി കേരളം. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലയായ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ഓപ്ഷൻ ബി ആണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ജംഷഡ്പൂരിലാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏത്? ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമി. 14ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത്? ഓപ്ഷൻ എ ദേശീയ ജലപാത 3. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗമാണ്? ഓപ്ഷൻ ബി ഉത്തര മഹാസമതലം. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ ഭൂതല ഛായാഗ്രഹണം. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ സ്ഥലം ഏത്? ഓപ്ഷൻ എ ഇന്ദിര പോയിന്റ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം കണ്ടെത്തുക. ഓപ്ഷൻ ബി പശ്ചിമ അസ്വസ്ഥത. 19ാമത്തെ ക്വസ്റ്റ്യൻ, പടിഞ്ഞാറൻ തീര സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 3ഉം ശരിയാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഓപ്ഷൻ എ ആനമുടി. 21ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ 2 മാത്രം. 22ാമത്തെ ക്വസ്റ്റ്യൻ, തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായതെന്ന്?
ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1949 ജൂലൈ 1. 23-ാമത്തെ ക്വസ്റ്റ്യൻ. 1917 ഗാന്ധിജി പങ്കെടുത്ത നിലം കർഷകരുടെ സമരം നടന്ന സ്ഥലം. ഓപ്ഷൻ സി ചമ്പാരൻ. 24-ാമത്തെ ക്വസ്റ്റ്യൻ. ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ എ ജനാർദൻ ഡങ്കൻ. 25-ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തതേത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 2 മാത്രം. 26-ാമത്തെ ക്വസ്റ്റ്യൻ. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാര്? ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. അടുത്തത് 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? ഓപ്ഷൻ എ NS മാധവൻ. 28-ാമത്തെ ക്വസ്റ്റ്യൻ. സാമൂഹിക പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം. ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ. 29-ാമത്തെ ക്വസ്റ്റ്യൻ. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ. 30-ാമത്തെ ക്വസ്റ്റ്യൻ. 2024 സാഹിത്യത്തിനുള്ള നൊബൽ സമ്മാനം ലഭിച്ചതാർക്ക്? ഓപ്ഷൻ സി ഹാൻകാങ്. 31-ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ബി സ്വകാര്യ സ്വത്തിനുള്ള അവകാശം. 32-ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? ഓപ്ഷൻ എ സോവിയറ്റ് യൂണിയൻ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ഡി ഇവയെല്ലാം. 34-ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നതാര്? ഓപ്ഷൻ എ രാഷ്ട്രപതി. 35-ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 3ഉം മാത്രം. 36-ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഇതിൽ ശരിയായ ചേരുംപടി ഓപ്ഷൻ എ ആണ്. അടുത്തത്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ഫസൽ അലി. 38-ാമത്തെ ക്വസ്റ്റ്യൻ. പൊതു സ്വഭാവമുള്ള കാര്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഓപ്ഷൻ ബി മാൻഡമസ്. 39-ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര്? ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജി. 40-ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 8-ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ സി 22. 41-ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏത്? ഓപ്ഷൻ എ കരിമീൻ. 42-ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? ഓപ്ഷൻ സി ആണ് ഉത്തരം. 9. 43-ാമത്തെ ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്? ഓപ്ഷൻ ബി കെ കൃഷ്ണൻകുട്ടി. 44-ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ സി 3. 45-ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേവന പദ്ധതി? ഓപ്ഷൻ ഡി കല്ലട. 46-ാമത്തെ ക്വസ്റ്റ്യൻ. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഓപ്ഷൻ ബി പാലക്കാട്. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര്? ഓപ്ഷൻ എ വി അബ്ദുറഹ്മാൻ. ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ ബി തിരുവനന്തപുരം. അയ്യങ്കാളി ജനിച്ചത് എന്ന്? 1863 ഓഗസ്റ്റ് 28-ന്. ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? വൈക്കം. താഴെ പറയുന്നവരിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ സി മഹാദേവ ഗോവിന്ദ റാനഡെ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആര്? ഓപ്ഷൻ എ കെ എം പണിക്കർ. അടുത്ത ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക. ഓപ്ഷൻ സി എ കെ ഗോപാലൻ.
54-ാമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയതാര്? ഓപ്ഷൻ ഡി ചേറ്റൂർ ശങ്കരൻ നായർ. 55-ാമത്തെ ക്വസ്റ്റ്യൻ ഫത്ഹദൽ മുബീൻ എന്ന അറബി കാവ്യത്തെപ്പറ്റി താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 2ഉം ആണ് ശരി. 56-ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം? ഓപ്ഷൻ ബി വടകര. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ സി അയ്യത്താൻ ഗോപാലൻ. 58-ാമത്തെ ക്വസ്റ്റ്യൻ ബാരിസ്റ്റർ ജി.പി. പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? ഓപ്ഷൻ ഡി മലയാളി മെമ്മോറിയൽ. 59-ാമത്തെ ക്വസ്റ്റ്യൻ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടാത്തത് ആര്? ഓപ്ഷൻ സി ഷൺമുഖം ചെട്ടി. 60-ാമത്തെ ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിൽ ഒരെണ്ണം താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ബി അഗസ്തീശ്വരം. 61-ാമത്തെ ക്വസ്റ്റ്യൻ വിറ്റാമിൻ എയുടെ ലഭ്യതക്കുറവ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന രോഗം? ഓപ്ഷൻ ബി നിശാന്തത. 62-ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി ഹീമോഫീലിയ. 63-ാമത്തെ ക്വസ്റ്റ്യൻ നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ഓപ്ഷൻ ഡി റേച്ചൽ കഴ്സൺ. 64-ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ പെരിയാർ. 65-ാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏത്? ഓപ്ഷൻ ബി ഇനാമൽ. 66-ാമത്തെ ക്വസ്റ്റ്യൻ ഏതിനും ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിനു കാരണമായ HIV വൈറസുകൾ പെരുകുന്നത്? ലിംഫോസൈറ്റ്. ഓപ്ഷൻ സി ലിംഫോസൈറ്റ്. 67-ാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ കരൾ. 68-ാമത്തെ ക്വസ്റ്റ്യൻ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനം ഏത്? ഓപ്ഷൻ ഡി പ്രിയങ്ക. 69-ാമത്തെ ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം? 2023. ഓപ്ഷൻ സി. 70-ാമത്തെ ക്വസ്റ്റ്യൻ സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? ഓപ്ഷൻ ബി 5 ലക്ഷം. 71-ാമത്തെ ക്വസ്റ്റ്യൻ പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങളിൽ നൽകിയിരിക്കുന്നു. 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ സി ആണ് ഉത്തരം. തന്നിരിക്കുന്നവയിൽ 2ഉം 3ഉം മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ. 71-ാമത്തെ ക്വസ്റ്റ്യൻ പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു. അപ്പം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്നവയിൽ 2ഉം 3ഉം മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ. 72-ാമത്തെ ക്വസ്റ്റ്യൻ ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ എഫിനും പിക്കും ഇടയിൽ വച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സ്വഭാവം എന്ത്? ഓപ്ഷൻ ഡി വസ്തുവിനേക്കാൾ വലുത്, മിഥ്യ, നിവർന്നത്. 73-ാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യരുടെ ശ്രവണ പരിധി? ഓപ്ഷൻ സി ആണ് ഉത്തരം. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. 74-ാമത്തെ ക്വസ്റ്റ്യൻ ഫാരൻഹൈറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി സെൽഷ്യസ് ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിലിൽ എപ്രകാരമാണ്? ഓപ്ഷൻ എ ആണ് 310 ആണ് കെൽവിൻ സ്കെയിലിൽ. 75-ാമത്തെ ക്വസ്റ്റ്യൻ ചലനവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ സമവാക്യം ഏത്? ഓപ്ഷൻ ബി ആണ് u² = v² - 2as. 76-ാമത്തെ ക്വസ്റ്റ്യൻ ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ്ജ പരിവർത്തനം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി രാസോർജം ഗതികോർജ്ജമാകുന്നു. 77-ാമത്തെ ക്വസ്റ്റ്യൻ സൂര്യഗ്രഹണത്തിന് കാരണമാകുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക. ഓപ്ഷൻ എ ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നു.
78ാമത്തെ ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. തന്നിരിക്കുന്നവയിൽ 2 മാത്രമാണ് തെറ്റ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 79ാമത്തെ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ നിന്ന് ഐസോട്ടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ്. വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ. 80ാമത്തെ ക്വസ്റ്റ്യൻ, ആറ്റോമിക സംഖ്യ 8 ആയ മൂലകമാണ് ഡാഷ്. ഓപ്ഷൻ ഡി ഓക്സിജൻ ആണ്. അടുത്തത് മാത്സ് ആണ്. 81ാമത്തെ ക്വസ്റ്റ്യൻ. 81ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. 82ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ. 83ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ. 84ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി. 85ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ. 86ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി. 87ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി. 88ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി. 89ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി. 90ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി. 91ൻ്റെ ആൻസർ ഓപ്ഷൻ എ. 92ൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 93ൻ്റെ ആൻസർ ഓപ്ഷൻ എ. 94ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. 95ൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 96ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. 97ൻ്റെ ആൻസർ ഓപ്ഷൻ സി. 98ൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 99ൻ്റെ ആൻസർ ഓപ്ഷൻ സി. 100ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ. അപ്പം ഇത് പി എസ് സിയുടെ പ്രൊവിഷണൽ ആൻസർ കീ ആണ്. എല്ലാവരും ആൻസർ ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.